ഹലോ ഫ്രണ്ട്സ്, രണ്ടുപേരും ഇവിടെ വരുന്നു. ഭയങ്കര സംസാരം കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തു വരുന്നു എന്തു വച്ചാ എന്തു അജുവിനോട് പറഞ്ഞേ? ആ, മുടി ചകിരി പോലെ ഇരിക്കുന്നത്. എന്ത് വേറെ ഏതാണ്ട് പറഞ്ഞേ? കാച്ചിലിന്റെ കാര്യം പറയുന്ന കേട്ടല്ലേ? ആ ആ, നടാൻ ഇനി സ്ഥലമില്ല ചാച്ച, എല്ലാം നട്ടേക്കുവാ. അവിടൊക്കെ നട്ടു കഴിഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ എവിടെ പടത്തും? പടത്തി വിടും. അതിന്റെ ഇടയ്ക്ക് പടന്നാൽ അതിലെന്തോ ഉണ്ടാവും? പന്നിയലിയുണ്ട്, അവിടെയൊക്കെ നട്ടേക്കുമല്ല. രാവിലത്തെ കൊച്ചുമോൻ്റെയും അച്ചാച്ചൻ്റെയും കൂടെ ഉള്ള ആ ഒരു പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കയറിപ്പോന്ന്. വേണ്ട, ഹായ് ഹായ്. എന്തോ വഴക്കുണ്ടാക്ക കണ്ടോ? ചുമ്മാ അല്ല ചാച്ചൻ പറഞ്ഞ ചകിരി പോലെ, ചെമ്പ് നൂല് പോലെ ഇരിക്കുന്ന അജുവിൻ്റെ തലമുടിയെല്ലാം കൂടെ ചെമ്പ് നൂല് ചെമ്പ് നൂല് പോലെ ഇരിക്കുന്നു. വേണ്ട, രാവിലെ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ വെയിലുറയ്ക്കുന്നതിന് മുമ്പേ തീർത്ത് മുറ്റവും തൂത്ത് മഞ്ഞളും ഒക്കെ എടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നിട്ടു. എന്നിട്ട് ഞാൻ ചെയ്യേണ്ടുന്ന ജോലിയൊക്കെ ഞാൻ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അരി ഇടാനായിട്ട് നിൽക്കുമായിരുന്നു. അന്നേരം അച്ചാച്ചൻ നീക്കി വെച്ചോളൂ. അച്ചാച്ചന് ആദ്യമായിട്ട് മാറിക്കോ, കാല് വെന്തോ? മാറ്. എന്തിനു കയറിപ്പോയതാ? കണ്ട അച്ഛാ, മാറ്. കണ്ടോ കാര്യം കൊണ്ട് തിരുവാതിര പഠിക്കുക. കാലിന്റെ വെള്ളമുള്ളി ആര് പറഞ്ഞു വിട്ടതാ അങ്ങോട്ട്? ആരും പറഞ്ഞു വിട്ടില്ല. ഇച്ചിരി പേസ്റ്റ് കാലിന്റെ വെള്ളം ഒന്ന് കാണിക്കേ ചേച്ചാ, കാലിന്റെ വെള്ളം ഒന്ന് കാണിച്ചേ. അച്ചാച്ചാ, കാലിന്റെ വെള്ളം ഒന്ന് ഇവിടോട്ടിരി. കാലിന്റെ വെള്ള പൊള്ളിയെടുത്ത ഒരു മരുന്ന് തേക്കാം. പൊള്ളിയില്ല. പിന്നെ ഇത് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ പൊള്ളത്തില്ലയോ? പൊള്ളിയില്ലേ അച്ഛാ? ഞാൻ നല്ല തിരുവാതിര, പണ്ടൊക്കെ തിരുവാതിര കളിക്കുമായിരുന്നു. ഇന്നൊന്നും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന നിങ്ങൾ കാണാത്ത ചില പ്രകടനങ്ങളൊക്കെ. എല്ലാം ഒന്നും നമ്മൾ ഇച്ചിരിയും ആകെ 8 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളത് ഇച്ചിരിയും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ കിടക്കട്ടെ, ഞാനത് എടുത്തോളാം. എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ എടുക്കുവാന്നല്ലോ പതിവ്. ഇന്നത്തെ വേണ്ട ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ അരി അങ്ങോട്ട് ഇടാൻ തുടങ്ങിയപ്പോഴായിരുന്നു പിന്നെ അജുവിനെ കണ്ടത്. ബാക്കിയൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ആദ്യം. പിന്നെ ഇനിയും ബാക്കി പണിയെല്ലാം കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ ഞാനെല്ലാം കലക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ ഇങ്ങോട്ട് പറക്കി മാറ്റി വെച്ചിട്ട് അരിയിടാൻ തുടങ്ങി. ഇനി വെയിൽ ഉറച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പം പുറം പൊള്ളും. അതുകൊണ്ട് ഞാനിങ്ങനെ കയറി പോകുന്നതാണ്. അപ്പോൾ ഇനി അരി അടപ്പയിലോട്ടിടുക. ഒന്നേരം അച്ചാച്ചൻ്റെയും അജുവിൻ്റെയും കൂടെ ഉള്ള ആ ഒരു സംസാരം അവിടെ കേട്ടത്. വേണ്ട വന്ന് പുറകെ വന്നിരിക്കുന്നത് കണ്ടോ? എന്നെ ഉപദ്രവം. എന്നിട്ട് എന്നെ ഇട്ട് അലപ്പിക്കുക. തുടങ്ങി. എൻ്റെ കുട്ടൻ പോകുന്നു. ഞാൻ മുന്നിൽ വന്ന് നിന്നു. വേണ്ട പോകുന്നു. പൊയ്ക്കോളൂ. അങ്ങനെ അജിക്കുട്ടനങ്ങ് പോയി. നല്ലതൊക്കെ ഇവിടെയൊക്കെ വെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മെനഞ്ഞാന്ന് ഒക്കെ ഞാൻ ഇവിടുന്നൊക്കെയാണ് മഞ്ഞൾ കിളച്ചത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടോ, ഇവിടുന്നായിരുന്നു ഞാൻ മഞ്ഞൾ കിളച്ചത്. കുറച്ച് കിളച്ച് ഞാനങ്ങ് നിർത്തി. ഇവിടുന്ന്
ആടൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ തീറ്റ ഉണ്ടായിരുന്നതിന്. പക്ഷെ ഇല്ലല്ലോ. ഇവിടെ വരെ വന്നപ്പോൾ വിചാരിച്ച് ഇവിടെ നിന്നൊരു ശകലം മുയലൂട്ടനൊരു ശകലം പൂച്ചയും കൂടെ പറിച്ചങ്ങ് കൊണ്ടുപോയി കൊടുക്കാം. അവനവിടെ നിന്ന് തിന്നുകൊണ്ടിരുന്നോളൂ, ഇച്ചിരി മതിയേ. ഇങ്ങോട്ടൊന്ന് കയറിയപ്പോൾ അവനും കൂടെ ഒരു ശകലം തീറ്റി പറിച്ചുകൊണ്ട് പോയില്ലേ. പിന്നെ വരത്തില്ല. പിന്നെ അവനെ ശ്രദ്ധിക്കാതിരുന്നു അവൻ അങ്ങ് വിശന്നങ്ങ് കിടക്കും. അജു കൊണ്ടുവന്ന് വെക്കുന്ന ഓരോരോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഇതിൻ്റെ പുറകെ നമ്മളിങ്ങനെ ഞാൻ അവനുള്ള ഒരു പിടി തീറ്റി തണ്ട് പറിച്ചു. 2 മിനിറ്റ് പോലും വേണ്ട. കണ്ടു. അപ്പം അതുമായിട്ട് പോവാം. നേരെ ഇരുട്ടാറായി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ഇവിടെ ഇച്ചിരി പോച്ച പറിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇച്ചിരി പോച്ചയോ എന്തെങ്കിലും ഇച്ചിരി പറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു സൈസ് ചീരയുണ്ട്. ഇത് പശു ആടും ഒക്കെ തിന്നുന്ന ഒരു സൈസ് ചീര പോലെ, ഒരു കാട്ടു ചീരയാണ്. അപ്പോൾ അത് ഇച്ചിരി പറിച്ച് വെള്ളപ്പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു ചുവപ്പ് പോലെ കളറുള്ള ഒരു ബ്രൗൺ പോലെ കളറുള്ള ഒരു സൈസ് ചീര. അത് പറിച്ച് അതേലെ കുറച്ച് പറിച്ച് നമ്മുടെ അയ്യത്തൂന്നും ഇച്ചിരി പറിച്ച് കൊണ്ടുവന്ന് ഇവിടോട്ടിട്ട്. അപ്പോൾ അത് ഇച്ചിരി തിന്നട്ടെന്ന് വിചാരിച്ച്. കോഴിയൊക്കെ പോച്ചയൊക്കെ ഞങ്ങൾ ഇറങ്ങി നടന്ന് കൊത്തി പറിക്കുന്നേ ഇല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് ഇച്ചിരി പറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേലെ ഒരു ശകലം ഉള്ളി പറിച്ച് കൊണ്ടുവന്നിട്ട് കൊടുത്ത്. കോഴി 2 കൂടെ കൊത്തുണ്ടാവും. അപ്പോൾ അവരാ ഇലയൊക്കെ അവർക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉള്ളി പറക്കി തിന്നട്ടെന്ന് വിചാരിച്ച്. കൊത്തി പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വന്ന് നോക്കുന്നു, തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. തിന്ന് വയറൊക്കെ നിറച്ചിട്ട് നിൽക്കുക. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്ന് ചെയ്ത് അതും കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ തിന്ന് കഴിഞ്ഞിട്ടങ്ങ് കൂട്ടിലോട്ട് കയറട്ടെന്ന് വിചാരിച്ചപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാജുമോനാണ് ഉണ്ണിയപ്പമായിട്ട് പോയി. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. വിറകുകൾ പറക്കി മഴയാകുമ്പോൾ എടുക്കാമല്ലോ എന്ന് കരുതി ഇങ്ങനെ ഈ സൈഡിൽ പറക്കി ഇങ്ങനെ വെച്ചേക്കുക. അത്യാവശ്യമൊക്കെ ഉള്ളി പറക്കി എടുക്കാമല്ലോ എന്നും പറഞ്ഞ് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നമ്മുടെ അയ്യത്തൊക്കെ ഇഷ്ടം പോലെ വിറകുണ്ട്. പറക്കാൻ എനിക്കങ്ങോട്ട് ഇറങ്ങിപ്പോയി പറക്കിക്കൊണ്ട് വരാൻ വയ്യ എന്നുള്ളൊരു പ്രയാസവും. താങ്ക് യു.